ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ഹൈദരാബാദ് സിവിൽ റിസർച്ച് ഓർഗനൈസേഷൻ ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള രാജ്യത്തെ പ്രഥമ തദ്ദേശീയ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറായ ഭാവ്നയിൽ കോർ ലോഡിംഗിന് സാക്ഷ്യം വഹിച്ച് പ്രധാനമന്ത്രി. ഊർജ്ജ സുരക്ഷ പ്രദാനം ചെയ്യുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പെന്ന് നരേന്ദ്രമോദി. നേവൽ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. യുദ്ധക്കപ്പലുകളുടെ പോരാട്ട വീര്യം വീക്ഷിക്കുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമുദ്ര നിരീക്ഷണം നടത്തും. കേരളത്തിൽ നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ കൈമാറി. പ്രതിഷേധത്തിൽ അറസ്റ്റിലായ MLAയ്ക്കും DCC പ്രസിഡന്റിനും ഇടക്കാല ജാമ്യം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ സർവീസസും ഗോവയും സെമിയിൽ. ഇന്ന് കേരളം മിസോറാമിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ സംസ്ഥാന സന്ദർശനം തുടരുന്നു. തെലങ്കാന, തമിഴ്നാട്, ഒഡീഷ, പശ്ചിമബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ വൻ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന കാലയളവിൽ തുടക്കമാകുന്നത്. ഇന്ന് ഹൈദരാബാദിലെ സിവിൽ ഏവിയേഷൻ റിസർച്ച് ഓർഗനൈസേഷൻ കേന്ദ്രം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6800 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഉച്ചകഴിഞ്ഞ് ഒഡീഷയിലെ ചണ്ഡിഗോളിൽ 19,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറായ ഭാവ്നയിൽ കോർ ലോഡിംഗിന് സാക്ഷ്യം വഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് ഊർജ്ജ സുരക്ഷ പ്രദാനം ചെയ്യുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പിനാണ് ഇതോടെ തുടക്കമായത്. വിശദാംശങ്ങളിലേക്ക്. രാജ്യം ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നീ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് പുതിയ ആണവോർജ്ജ പദ്ധതിയെന്ന് ശ്രീ മോദി പറഞ്ഞു. കോർ ലോഡിംഗ് പൂർത്തിയാകുമ്പോൾ വൈദ്യുതി ഉൽപാദന മേഖലയ്ക്ക് കരുത്തേകും. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം മേഖലകളിൽ നിന്ന് ഉൾപ്പെടെ 200 വ്യവസായങ്ങളിൽ നിന്നുള്ള സംഭാവനയാണ് തദ്ദേശീയമായി നിർമ്മിച്ച ആണവ റിയാക്ടർ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡറിന്റെ രൂപകൽപ്പനയ്ക്ക് നിദാനമായത്. കമ്മീഷൻ ചെയ്യുന്നതോടെ റഷ്യയ്ക്ക് ശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുള്ള രണ്ടാമത്തെ രാജ്യമാകും ഇന്ത്യ. റിയാക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂക്ലിയർ മാലിന്യങ്ങൾ നൂതന സുരക്ഷാ സവിശേഷതകൾ ഉപയോഗിച്ച് സുരക്ഷിതവും കാര്യക്ഷമവും ശുദ്ധവുമായ ഊർജ്ജ സ്രോതസ്സായി മാറും. സുരക്ഷയുടെ കാര്യത്തിൽ 3ാം തലമുറ റിയാക്ടറാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിയാക്ടർ നിലവറയും കൺട്രോൾ റൂമും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നേവൽ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. സമ്മേളനത്തോടനുബന്ധിച്ച് INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകളുടെ പോരാട്ട വീര്യം വീക്ഷിക്കുന്നതിനായി രാജ്യരക്ഷാമന്ത്രി സമുദ്ര നിരീക്ഷണം നടത്തും. സമ്മേളനത്തിന്റെ ആദ്യ പതിപ്പ് ഹൈബ്രിഡ് ഫോർമാറ്റിലാകും നടക്കുക. സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപരവും ഭരണപരവുമായ കാര്യങ്ങളിൽ ചർച്ച നടക്കും. ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി രാജ്യത്തെ മാറ്റുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ടെന്നും ചെന്നൈയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു റിപ്പോർട്ട്. ദരിദ്രർക്ക് സൌജന്യ വൈദ്യുതി നൽകുന്നതിനായി 75,000 കോടിയുടെ പദ്ധതി തയ്യാറാക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചെന്നൈ മെട്രോ, എയർപോർട്ട്, സ്മാർട്ട് സിറ്റി, മധുരവയൽ എക്സ്പ്രസ് വേ തുടങ്ങി നിരവധി പദ്ധതികളും സംസ്ഥാനത്ത് ആരംഭിക്കാനായി. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. DMKയ്ക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. കുടുംബവാഴ്ചയാണ് കോൺഗ്രസിന്റെയും DMKയുടെയും മുഖമുദ്ര. തനിക്ക് കുടുംബമില്ലെന്ന പ്രചാരണവുമായി പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ കുടുംബം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ പിടികൂടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആണവ നിരായുധീകരണം സംബന്ധിച്ച് ഇന്ത്യയും ഫ്രാൻസും ഉഭയകക്ഷി ചർച്ച നടത്തി. ബഹിരാകാശ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരായുധീകരണം, സൈനിക ഡൊമൈനിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കയറ്റുമതി നിയന്ത്രണ വ്യവസ്ഥകൾ എന്നിവയും ചർച്ചയായി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിയാർജിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഭിപ്രായപ്പെട്ടു. ഗർഭചിത്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഫ്രാൻസ്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ബിൽ പാസാക്കിയത്. ചരിത്ര ഭേദഗതി ആഘോഷിക്കുന്ന ഔപചാരിക ചടങ്ങ് നടത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
UAE-യിലേക്കും ബംഗ്ലാദേശിലേക്കും 64,400 ടൺ സവാള കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുമതി. ബംഗ്ലാദേശിലേക്ക് 50,000 ടണ്ണും UAE-യിലേക്ക് 14,400 ടണ്ണും സവാള കയറ്റുമതി ചെയ്യാനാണ് അനുമതി. ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വില നിയന്ത്രിക്കുന്നതിനുമായി ഈ വർഷം മാർച്ച് 31 വരെ സവാളയുടെ കയറ്റുമതി കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്രം നിരോധിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയിലും മഞ്ഞുവീഴ്ചയിലും 39 പേർ കൊല്ലപ്പെട്ടു. 30-ലധികം പേർക്ക് പരിക്കേറ്റു. മഞ്ഞുവീഴ്ചയിൽ ആയിരക്കണക്കിന് കന്നുകാലികൾ നശിച്ചതായി ദുരന്ത നിവാരണ മന്ത്രാലയം വ്യക്തമാക്കി. നിരവധി വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. 4 ദിവസത്തെ മഞ്ഞുവീഴ്ചയ്ക്കും ഹിമപാതത്തിനും ശേഷം ഇന്നലെ സലാങ് ഹൈവേ യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. ആയുധധാരികളായ ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹെയ്ത്തിയിൽ 72 മണിക്കൂർ അടിയന്തരാവസ്ഥ. സംഘർഷത്തിൽ 12ഓളം പേർ കൊല്ലപ്പെടുകയും 3700ഓളം തടവുകാർ രക്ഷപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം. നാളെ വരെ തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന മേഖലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളുകളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. കെനിയൻ സുരക്ഷാ സേനയെ ഹെയ്ത്തിയിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറി നെയ്റോബിയിലേക്ക് പോയതോടെയാണ് ആക്രമണം കൂടുതൽ രൂക്ഷമായത്. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് നാളെ തുടക്കമാകും. PV സിന്ധു ഉൾപ്പെടെ 11 ഇന്ത്യൻ താരങ്ങൾ രാജ്യത്തെ പ്രതിനിധീകരിക്കും. വനിതാ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ PV സിന്ധു കാനഡയുടെ മിഷേൽ ലീയെ നേരിടും. 2024 പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള യോഗ്യതാ മത്സരങ്ങൾ കൂടിയാണിത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരവും ലോക ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാവുമായ സായി പ്രണീത് രാജ്യാന്തര ബാഡ്മിന്റണിൽ നിന്ന് വിരമിച്ചു. 24 വർഷം നീണ്ട കരിയർ അവസാനിപ്പിക്കുന്നതായി ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് വഴിയാണ് പ്രണീത് അറിയിച്ചത്. 2017 സിംഗപ്പൂർ ഓപ്പണിൽ കിരീടം നേടിയ പ്രണീത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. അടുത്ത മാസം US-ലെ ട്രയാങ്കിൾ ബാഡ്മിന്റൺ അക്കാദമിയിൽ പരിശീലകനായി ചേരുമെന്ന് പ്രണീത് പറഞ്ഞു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമിയിൽ കടക്കുന്ന ആദ്യ ടീമായി സർവീസസ്. ഇന്നലെ നടന്ന ആദ്യ ക്വാർട്ടറിൽ റെയിൽവേസിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സർവീസസ് സെമിയിലെത്തിയത്. മലയാളി താരം PV ഷഫീൽ സർവീസസിന്റെ ആദ്യ ഗോൾ നേടി. ക്വാർട്ടർ ഫൈനലിൽ ഡൽഹിയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗോവയും സെമിഫൈനലിലെത്തി. ജൊബോൺ കാർഡോസും ലോയ്സ് കാർഡോസുമാണ് ഗോവയ്ക്ക് വേണ്ടി ഗോൾ നേടിയത്. ഇന്ന് കേരളം മിസോറാമിനെ നേരിടും. കേരളം മിസോറാം മത്സരത്തിലെ വിജയികളെയാണ് വ്യാഴാഴ്ച സെമിയിൽ സർവീസസ് നേരിടുക. മുംബൈ രഞ്ജി ട്രോഫി ഫൈനലിൽ തമിഴ്നാടിനെ ഇന്നിംഗ്സിനും 70 റൺസിനും തകർത്താണ് മുംബൈ ഫൈനലിലെത്തിയത്. ഇത് 48ാം തവണയാണ് മുംബൈയുടെ ഫൈനൽ പ്രവേശം. മുംബൈയിലെ BKC ഗ്രൌണ്ടിൽ ഷാർദുൽ താക്കൂർ സെഞ്ചുറിയും 4 വിക്കറ്റും നേടി മുംബൈയുടെ ജയം ഉറപ്പിച്ചു. താക്കൂറാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ UP വാരിയേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 23 റൺസ് ജയം. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂർ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 198 റൺസ് നേടി. ഇന്ന് ഡൽഹി മുംബൈയെ നേരിടും. നേര്യമംഗലം കാഞ്ഞിരവേലിയിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിര രാമകൃഷ്ണന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി വനംവകുപ്പിന്റെ 10 ലക്ഷം രൂപ കൈമാറി. കുടുംബത്തെ മന്ത്രിമാരായ P രാജീവും റോഷി അഗസ്റ്റിനും സന്ദർശിച്ചു. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കോതമംഗലം ടൌണിൽ നടന്ന പ്രതിഷേധത്തിൽ അറസ്റ്റിലായ മാത്യു കുഴൽനാടൻ MLA, എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർക്ക് ഇടക്കാല ജാമ്യം. അറസ്റ്റിലായി മണിക്കൂറുകൾക്ക് ശേഷം പുലർച്ചെ 2:30യോടെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത്. കേരളത്തിലെ വ്യാവസായിക സൌഹൃദ അന്തരീക്ഷം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി P രാജീവ്. കൊച്ചിയിൽ നടന്ന സ്കെയിൽ അപ്പ് കോൺക്ലേവ് 24 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭ അംഗീകാരം നൽകിയ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുമായി ബന്ധപ്പെട്ട് 25 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനൊപ്പം വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക്, പ്രതിഫലം തുടങ്ങിയവ നൽകുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ശുപാർശ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. ഹൈദരാബാദ് സിവിൽ റിസർച്ച് ഓർഗനൈസേഷൻ ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള രാജ്യത്തെ പ്രഥമ തദ്ദേശീയ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറായ ഭാവനയിൽ കോർ ലോഡിംഗിന് സാക്ഷ്യം വഹിച്ച് പ്രധാനമന്ത്രി. ഊർജ്ജ സുരക്ഷ പ്രദാനം ചെയ്യുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പെന്ന് നരേന്ദ്രമോദി. നേവൽ കമാൻഡർമാരുടെ 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. യുദ്ധക്കപ്പലുകളുടെ പോരാട്ട വീര്യം വീക്ഷിക്കുന്നതിനായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സമുദ്ര നിരീക്ഷണം നടത്തും. കേരളത്തിൽ നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ കൈമാറി. പ്രതിഷേധത്തിൽ അറസ്റ്റിലായ MLAയ്ക്കും DCC പ്രസിഡന്റിനും ഇടക്കാല ജാമ്യം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ സർവീസസും ഗോവയും സെമിയിൽ. ഇന്ന് കേരളം മിസോറാമിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.